ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ പിസ്സയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു വെജിറ്റബിൾ പിസ്സ. പിന്നെ ഞാനതിന് എൻ്റെ കയ്യിലുള്ള വെജിറ്റബിളൊക്കെ എല്ലാവരും എൻ്റെ കയ്യിൽ ഈ ഡൊമിനോസ് പിസ്സയിലൊക്കെ കിട്ടുന്നതിൻ്റെ തൊട്ട് അതിനകത്തുള്ള അതുപോലുള്ള വെജിറ്റബിൾ അതൊന്നും എല്ലാവരും എൻ്റെ കയ്യിലില്ല. എന്നാലും എൻ്റെ കയ്യിൽ അത്യാവശ്യമുള്ള വെജിറ്റബിളൊക്കെ അതൊക്കെ വെച്ചാണ് ഞാനൊരു പിസ്സ തയ്യാറാക്കുന്നത്. അപ്പം പോകാം വീഡിയോയിലേക്ക്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിച്ചാൽ മതിയേ. അപ്പം പോകാം വീഡിയോയിലേക്ക്. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് 2 കപ്പ് മൈദയാണ്. 2 കപ്പ് മൈദയുണ്ട്. അപ്പം ഇതിൽ 2 പിസയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ കപ്പിന് 2 കപ്പ്. ഈ കപ്പിന് 2 കപ്പ് അളന്ന് ഞാനാണ് 2 കപ്പ് എടുത്തിരിക്കുന്നത്. കാരണം 2 പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ട എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഞാൻ 1/2 കപ്പ് വെള്ളം ഞാൻ ചൂടാക്കി വെച്ചിരിക്കുകയാണ്. തിളപ്പിച്ചാർച്ച വെള്ളമാണ്. ഇതിൽ വേണം ഈസ്റ്റ്. ഇതിനകത്ത് ഇതിനാവശ്യമുള്ള ഈസ്റ്റ് ഞാൻ എടുക്കാൻ പോവാണ്. ഇത്ര ഈസ്റ്റാണ് ഇതിനകത്ത് ഞാൻ ചേർക്കുന്നത്. കാരണം ഇത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഈസ്റ്റാണ്. നമ്മുടെ ഇവിടെ ഷോപ്പിലെ ഈസ്റ്റല്ല. അപ്പോൾ ഇതിലോട്ട് ഞാൻ മിക്സ് ചെയ്യാണ്, ഈ തിളപ്പിച്ചാർച്ച വെള്ളത്തിലോട്ട് ഇത് മിക്സ് ചെയ്യുക. ഇനി അതിൻ്റെ കൂടെ ഇനി ഒരു സ്പൂൺ പഞ്ചസാര. ഇപ്പം ഞാൻ കാണിക്കില്ലേ ആ മെഷർമെൻറ്റ്, ആ സ്പൂണിന് 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുകയാണ്. ഇത്രയും പഞ്ചസാര ഇതും കൂടെ ഞാൻ ചേർത്ത് ഇതിനകത്ത് മിക്സ് ചെയ്യുകയാണ്, ഈ ഈസ്റ്റിനകത്ത്. അപ്പോൾ ഈ ഈസ്റ്റ് നല്ലതായിട്ടൊന്ന് ചെറിയ ചൂട് വേണേ, നല്ലതായിട്ടൊന്ന് കലങ്ങാൻ വേണ്ടിയിട്ടാണ്. വെള്ളത്തിൽ മിക്സ് ചെയ്തിരിക്കുന്ന ഈസ്റ്റും പഞ്ചസാരയും കൂടെ ഇതിൽ വേണം നമ്മൾ ഈ പിസ്സയ്ക്കുള്ള മാവ് കുഴയ്ക്കാൻ. ഇത് ഇപ്പം ഇവിടുത്തെ ഗൾഫിലെ ഈസ്റ്റായതുകൊണ്ട് ഇത് പെട്ടെന്ന് ഇത് അലിഞ്ഞ് കിട്ടും. മറ്റേ നമ്മുടെ ഷോപ്പിലെ ഈസ്റ്റ് കൂട്ടല്ല, ഇവിടുത്തെ ഈസ്റ്റ് കൂട്ടല്ല. ഇത് ഇതിലായി കണ്ടോ, പൊടിയായിട്ടുള്ള ഈസ്റ്റാണ്. അതുകൊണ്ട് ഇനി അതിനകത്ത് ഞാൻ ആവശ്യത്തിനുള്ള മാവിനകത്ത് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പ് ചേർക്കാൻ പോവാണ്. ഇതിപ്പോൾ ഈ സ്പൂണിന് ഞാൻ ഇത്ര 1/2 ടീസ്പൂണ് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി അതിനകത്താണ് ഞാൻ കുറച്ച് ഓയിലും കൂടി ചേർക്കുകയാണ്. ഇത് പിന്നെ കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. കാരണം മൈദയല്ലേ, ചിലപ്പോൾ കുഴയ്ക്കുമ്പോൾ കയ്യിലൊക്കെ പറ്റി പിടിക്കാനിടയുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഒരു 1/4 കപ്പ് ഓയിലുണ്ട്. അപ്പോൾ ആ ഓയിലും കൂടെ ചേർക്കുകയാണ്. സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് ഞാൻ. അത് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുകയാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ഈ ഒറിഗാനോ സീഡ്സ്. ഇതാണെങ്കിൽ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്, ഈ ഒറിഗാനോ സീസണിൽ. ഇത് ഞാൻ കുറച്ച് ഇതിനകത്തോട്ട് ചേർക്കുകയാണ്. ഈ മാവ് കുഴയ്ക്കുന്നതിനകത്തോട്ട്. ഇത്രയും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ 1/4 ടീസ്പൂൺ ഇതും കൂടി ഇതിനകത്ത് ചേർക്കുകയാണ്. ഇനി നമുക്കിത് കുഴച്ചെടുക്കാമേ. ആദ്യം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഞാൻ മൈദ ആയതുകൊണ്ടാണ് ഇതിനകത്ത് ഓയിൽ ചേർത്തത്. കാരണം ഇത് ചിലപ്പോൾ കുഴയ്ക്കുമ്പോൾ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കാനിടയുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഓയിലും കൂടെ ചേർത്താണ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. ഈസ്റ്റെല്ലാം നല്ലതായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുകയാണ് കുറച്ച്.
ബാക്കി വരുന്ന ഈസ്റ്റ് ഞാൻ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. നമ്മൾ ഇതിന് ഗോതമ്പ് പൊടിക്ക് ചപ്പാത്തിക്കൊക്കെ എടുക്കില്ലേ, അതുപോലെ കുഴച്ചെടുത്താൽ മതി. അതുപോലെ അത്ര കട്ടിയാവില്ല, ശകലം ഇച്ചിരി ലൂസായിട്ടിരിക്കണം. ഇതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് അതിനകത്ത്. ഇനി ഞാനിത് കുഴച്ചെടുക്കാൻ വേണം. ഒരു 10 മിനിറ്റ് കുഴക്കണം നല്ലതായിട്ട്. ഇത് ഞാൻ ഒരു പിസയ്ക്ക് 1 കപ്പ് മാവ് മതി. ഞാൻ 2 പിസ ഉള്ള മാവ് എടുത്തിട്ടുണ്ട്. കാരണം ഇതാണെങ്കിൽ പിന്നെ എനിക്ക് വേറെ ഒരാൾക്ക് കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 എണ്ണം എടുത്തത്. കാരണം ഇവിടെ അടുത്ത് 2 കുട്ടികളുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ വീഡിയോ ഞാൻ ആദ്യമായിട്ട് വീഡിയോ ഒക്കെ ഇടുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ 2 വീഡിയോ ഇട്ടിരുന്നു. പക്ഷേ ആ വീഡിയോ ഞാൻ പിന്നെ ഡിലീറ്റ് ആക്കി. കാരണം അതാണെങ്കിൽ പിന്നെ ആ വീഡിയോ എടുത്തത് ശരിയായില്ല. അപ്പം എനിക്ക് എഡിറ്റിംഗ് ഒന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ കുറച്ച് ഓയിലും കൂടെ തേച്ച് കൊടുക്കുവാണ്. ഇതിൽ എഡിറ്റിംഗ് ഒന്നും അറിയില്ലായിരുന്നു. അപ്പം ഇവിടെ അടുത്ത് 2 കുട്ടികളുണ്ട്. അപ്പം ഒരു 7 പഠിക്കുന്ന ഒരു കുട്ടി. അപ്പം അതാ എനിക്ക് എഡിറ്റിംഗ് ഒക്കെ പറഞ്ഞു തന്നെ. അപ്പം അതിനാണ് അവർക്കും കൂടി കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ 2 പിസ എടുത്തത്. കാരണം അവർ പിസ ആണെങ്കിൽ അവർ പിസ ഒന്നും കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പം അതിന് വേണ്ടിയാണ് ഞാൻ 2 പിസ ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ഓവനിൽ വെച്ചാണ് ചെയ്യുന്നത്. ഓവനിലാണ് 10 മിനിറ്റ് വെച്ച് ചെയ്താൽ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് പിന്നെ ഗ്യാസിൽ വെച്ചും ചെയ്യാം. ഇത് 10 മിനിറ്റ് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കണേ. മാവ് ഒരു നല്ല ഇത് വേണം. കുറച്ച് ഓയിൽ കൂടെ തേച്ച് കൊടുക്കുവാണ്. ഇത് നമ്മൾ മാവ് കുറച്ച് സമയം നല്ലതായിട്ടൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി കുഴച്ചെടുത്തിട്ട് ഇത് 1 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. കാരണം ഈസ്റ്റ് ചേർത്തല്ലേ, അപ്പം അതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ ഒറിഗാനോ സീഡ്സിന് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ഞാൻ നല്ലതായിട്ട് ഇത് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്ത് കുറച്ച് ഓയിൽ വെട്ടി കൊടുക്കാം. ഇത് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. നമ്മൾ എത്രയും നല്ല പിസയ്ക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. അത് നല്ല പ്രീഹീറ്റ് ചെയ്ത് 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിടണം. കേക്ക് സാധാരണ പിസയ്ക്ക് 10 മിനിറ്റ് മതിയേ. അപ്പം 10 ടൈം അഡ്ജസ്റ്റ് ചെയ്ത് 10 മിനിറ്റ് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. ആദ്യം ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്തിടണം. എന്തൊക്കെയാണ് വേണം. ഇത് ഞാൻ അതിനാവശ്യമുള്ള വെജിറ്റബിൾസാണ്. എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളായിരുന്നു. ഞാൻ അത്രയും അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇത് ഞാൻ 1.5 ക്യാപ്സിക്കം ഉണ്ട്,
ഒരു ക്യാപ്സിക്കം അതിൻ്റെ പകുതി, ഇത് 2 ടൊമാറ്റോ, ഇത് കുറച്ച് 2 ചെറിയ സവാള, ഇത്രയും ഉള്ളായിരുന്നു എൻ്റെ കയ്യിൽ. പിന്നെ ഇത് ഞാൻ ഇതിനെടുത്ത് വെച്ചിട്ട് ചീസാണ് ഇത്. പിന്നെ ഇത് ഞാൻ ഒരു 100 ഗ്രാം അല്ല, അതിൽ കൂടുതലുണ്ട്, 100 ഗ്രാമിൽ കൂടുതലുണ്ട് ഇത്. കാരണം 2 കേക്കിന് 2 പിന്നെ ഈ പിസയ്ക്കുള്ളതാണ്, അതുകൊണ്ട് ഞാൻ 100 ഗ്രാമിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്, പിസ്സ സോസാണ് ഇത്, ഞാൻ വീട്ടിലുണ്ടാക്കിയതാണിത്. ഇത് ആവശ്യമുള്ള ചില്ലി ഫ്ലേക്സ്, ഇത് വറ്റൽമുളക് പൊടിച്ചെടുത്തതാണ്. അപ്പം ഇത് ഈ ട്രേയിലോട്ട് ഞാൻ പരത്താൻ പോവാണ്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് ഇതിൻ്റെ ട്രേ. ആദ്യം ഇതിൽ ഇച്ചിരി ഓയിൽ പരട്ടി കൊടുക്കണം ട്രേയിൽ. ഞാൻ ഈ ഓയിൽ ഇതിനകത്തോട്ട് പരത്താൻ പോയി, ട്രേക്കകത്തോട്ട്. ഇത് വേണ്ട, ഇത് ഇങ്ങനെ, കാരണം ഇങ്ങനെ നമ്മൾ വലിഞ്ഞിരിക്കുക, അതുകൊണ്ട് ഞാൻ കയ്യിൽ കുറച്ച് ഓയിലും കൂടെ പുരട്ടിക്കൊണ്ട് ഇതിങ്ങനെ പരത്തി കൊടുക്കണം. അല്ലെങ്കിൽ ഇത് വെച്ചൊന്ന് കുത്തി കൊടുക്കുക, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇത് പൊങ്ങി വരുവേ, അതിന് വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ ഇതിന് വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. സോസ് തേച്ച് കൊടുക്കുകയാണ്. ഈ സോസ് നല്ലതായിട്ട് പുരട്ടി കൊടുക്കണേ, സോസ് നല്ലതായിട്ട് പുരട്ടി കൊടുക്കുന്നുണ്ട്. ഓവന് ഇവിടെ പ്രീഹീറ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് സവാള, ഞാൻ പറഞ്ഞില്ല കട്ട് ചെയ്ത് വെച്ചിട്ട് സവാള. ഇത് ഞാൻ ചില്ലി ഫ്ലേക്സാണ്, ഇത് കുറച്ച് ഞാൻ പൊടിച്ച് വെച്ചിരുന്നതാണ്. അപ്പം ഇതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ വിതറി കൊടുക്കാം. വറ്റൽമുളക് പൊടിച്ച് വെച്ചിരുന്നത്. ഇത് ഏറ്റവും ടോപ്പിലായിട്ട് ഒറിഗാനോ സീഡ്സ്, ഇത് കുറച്ചിട്ട് കൊടുത്താൽ മതി. നമ്മൾ മാവ് കഴിക്കാൻ നേരം അതിനകത്ത് കുറച്ച് ചേർത്തല്ലോ, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഒറിഗാനോ സീസൺ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിന് ഓവൻ റെഡി ആയിരിക്കുകയാണ്. ഇപ്പം അതിലോട്ട് ഞാൻ കയറ്റി വെക്കാൻ പോവാണ് ഞാനിത്. ഇതും അതുപോലെ തന്നെ. ഇത് ഞാൻ ഇത് കേക്കിൻ്റെ ട്രേ ആണ്. അപ്പം ഞാൻ എൻ്റെ ഒരു ട്രേ ഉള്ളായിരുന്നു, അതിന് വേണ്ടി ഞാനപ്പോൾ ഇതിനകത്ത് ഇപ്പം ഇതിലും കൂടെ അങ്ങ് ഉണ്ടാക്കുകയാണ്. ഇത് അതുപോലെ തന്നെ, ഇത് എടുത്ത് വെച്ചിരുന്ന മാവ് ഇതിലോട്ട് നമ്മൾ പ്രസ് ചെയ്യും.
ഒരു ട്രെയിൻ നമ്മൾ പരത്താൻ നേരം എണ്ണ പറ്റി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പം മൈദ ആയതുകൊണ്ട്. ഇത് ആദ്യം ഇതുപോലെ പിസ്സ സോസ് മുകളിൽ പരട്ടി കൊടുക്കുക. ചീസ് ഇട്ട് കൊടുക്കുക. ടൊമാറ്റോ, ക്യാപ്സിക്കം,